മൈപ്പീലി ഒറിജിനൽ മൈപ്പീലി വിമാനത്തെ പറഞ്ഞ കഥയൊക്കെ ഉണ്ടാവും. ഇത് കൃഷ്ണ മൊത്തപ്പോൾ ഇപ്പം ഇത് ആയിരിക്കാം കുറേ ആളുണ്ടപ്പോൾ ആരെ വിളിക്കേണ്ട ആർക്കാ കൊടുക്കേണ്ട ശരിയാവും. ഇത് തലപ്പത്തനല്ല വെള്ളം അത് ഒഴിവാക്കുന്നതാണ്. അങ്ങനെ ഞാൻ കണ്ടില്ല നിങ്ങൾ അതുപോലെ ഉണ്ടോ? പൈസ തോനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ മുല്ലപ്പ് മാലയിലാക്കി തരും. അപ്പോൾ മുളത്തിനില്ല പൈസ ശ്രീകൃഷ്ണ മേടിക്കാൻ പോയി ഓഫാക്കില്ല. സ്പീക്കിങ്ങിൽ ഇന്ന സ്ഥലത്ത് ലുക്കി വരുത്തിയിട്ട് വരുന്ന ട്രികൾ അതുപോലെയാണ്. ഞാൻ ഇത് വരാമെന്ന് പറഞ്ഞ് കുറേ സമയം ബടി നല്ലോണം പ്രാർത്ഥിച്ചിട്ട് കൃഷ്ണൻ രണ്ടാളും കൂടി പിടിച്ചോ. എന്നിട്ട് ആടെ കൃഷ്ണപാദത്തിൽ രസം വന്നിട്ടേ ഐഡിയ വേണം. അങ്ങനെ ശ്രീകൃഷ്ണ അടിപൊളിയല്ലേ? നല്ല ചൈതന്യമുള്ള കൃഷ്ണൻ, കുട്ടി കൃഷ്ണൻ, ഒരു ഓമനത്തുള്ള കൃഷ്ണൻ. മൈപ്പീലിയല്ല, ഒറിജിനൽ മൈപ്പീലിയാണ്. എന്താ ഒറിജിനൽ മൈപ്പീലിയ.
സജിമ കണ്ട ഹോട്ടലിലൊക്കെ നോക്കുന്നുണ്ടോ അവള്? ഇത് സജിമേൻ്റെ അമ്മ. അച്ഛനെ വിളിച്ച് വെക്കുന്നുണ്ട് ആ സൈഡിൽ. ഇങ്ങോട്ടോക്ക്. ആ ഇതാ അനിയത്തി എടുത്തു. ഇത് അനിയത്തി. അവരെ വീട്ടിലെ കൃഷ്ണനാ നമ്മൾ പിന്നെ കൃഷ്ണനെ നമ്മൾ വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണനെ വെച്ച് പിന്നെ സന്തോഷമായി. നല്ല ഒരു ഇപ്പോൾ ശരിക്കും ഒരു ഐശ്വര്യം വന്നില്ല, എന്തോ ഒരു ഫീൽ ചെയ്യുന്നില്ല വല്ലാതെ. എന്നാ ഫീൽ ചെയ്യുന്നു എന്നാ അല്ല, പക്ഷെ എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നില്ലേ അല്ലേ? ക്ഷേത്രത്തിൽ പോയ ഒരു ഫീൽ കിട്ടുന്നില്ലേ? ആ അതാണ് നമ്മളെ പ്രത്യേകത അല്ലേ? നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ നിറഞ്ഞു വരുമല്ലോ. ആ അമ്പലത്തിലുള്ള പോലത്തെ ആ സുഖം ഫീലും എല്ലാം അനുഭവപ്പെടും ഇല്ലേ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അവർക്ക് അമ്പലത്തിൽ പോയ ഫീല് എടുത്ത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രേ നമുക്ക് അതേ ആഗ്രഹമുള്ളൂ, ഫീല് അത്ര കിട്ടിയാൽ മതി. നമ്മളെ പഴയ കൃഷ്ണൻ കേട്ടോ. ആ കൃഷ്ണനെ ഇനി കൊണ്ടേ ഒഴുക്കും. മുഖത്തോട് മുഖാമുഖം ഒരാളെ കൂടി നിന്ന് നോക്കിയിട്ടാണല്ലോ. നമുക്ക് ബാക്കത്തെ അടുത്ത് വണ്ടിക്ക് മാറ്റിച്ചോ കേട്ടോ. അത് പൊട്ടിയിട്ടൊന്നുമില്ലല്ലോ. ഹാപ്പിയാ? ഹാപ്പി. നിനക്കോ ആയില്ലേ? നിങ്ങൾ സ്കൂളാണ് പഠിക്കുന്ന എട്ടാളും? നിത്യാനന്ദൻ അല്ലേ? ഇത് സേമിയ പായസമാണേ. എനിക്ക് സേമിയ ഇഷ്ടമായതുകൊണ്ട് എനിക്ക് വേറെ തന്നെ ആക്കിയതാണ്. ഉണ്ടല്ലേ അടിപൊളി അല്ലേ? എനിക്കെന്താ പാൽപ്പായസം? ആ ഓക്ക് പാൽപ്പായസം, എനിക്ക് സേമിയ പായസം. എനിക്ക് സേമിയ എന്ന് പറയുന്നതുകൊണ്ട് ഇവർ സേമിയ ആക്കി വെച്ചത് പായസം. കൃഷ്ണൻ്റെ പാൽപ്പായസം. കൃഷ്ണൻ്റെ പായസം കൃഷ്ണൻ്റെ ടൈമിൽ തന്നെയുണ്ട്. ഇത് എൻ്റെ പാൽപ്പായസം. പക്ഷേ അത് ഇതിപ്പോൾ നിങ്ങൾ ഈ പായസം കുടിച്ചില്ല, ആ പായസത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവും. കുടിച്ചേക്കോ ഒരു എന്നെടുത്തോ? ആയില്ലേ? എന്നെടുത്തോ? ഒരു സ്പൂണിലെടുത്ത് വയ്ക്കോ. ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പിന്നെ സജിമയും സജിമേൻ്റെ അച്ഛനും അമ്മയും എല്ലാം വിളിച്ചിട്ട് വന്നതാണ്. ഞാൻ കണ്ണൂരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവർ വിളിച്ചതാണ് അല്ലേ? പേര് പറയുമായിരിക്കാം. സജിത്ത്, ശ്രീമ, സജിമ എല്ലാം മാൻ്റെ ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കൃഷ്ണനെ വെച്ചിട്ട് സന്തോഷമായില്ലേ? ഇപ്പോൾ എന്ത് ഫീൽ ചെയ്യും നിങ്ങൾക്ക്? അല്ല അമ്പലത്തിൽ നിൽക്കുന്ന ഒരു ഫീൽ അനുഭവപ്പെടുന്നില്ലേ? അപ്പോൾ ഇത് വേഗം കൊണ്ട് ഒഴുക്കുമോ കേട്ടോ. പിന്നെ എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നല്ല നല്ല കമൻറ്റ്സ് അയക്കുക. എല്ലാവരും പറയുന്നത് ഗുരുജി പറയാതെ കൊണ്ടാണ് പിന്നെ ഇങ്ങനെ ചെയ്യാതെ എന്ന് പറയുന്നത്. അതൊന്നുമല്ല, ഗുരുജി ചിലപ്പോൾ പറയാൻ വിട്ടുപോകുന്നതാണ്, പറയേണ്ടതെന്ന് വെച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയണമെന്നൊന്നുമില്ല, നിങ്ങളത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ പിന്നെ പുണ്യയാത്ര ഫാമിലിയിലുള്ള എല്ലാവർക്കും 1000 നന്ദി പറയുന്നു. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2000-ലധികം വീഡിയോ ചെയ്ത് കഴിഞ്ഞു, ഷോർട്ട് വീഡിയോയും മറ്റേ വലിയ വീഡിയോയും കൂടിയിട്ട്. അപ്പോൾ 5000 വരുമ്പോൾ നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കേക്ക് 5000-ലേക്ക്, പുണ്യയാത്ര 5000-ലേക്ക് നമ്മളിപ്പോൾ 2 തവണ കണ്ടു, ഇനി ഒരു തവണയും കൂടി കാണും കേക്ക് മുറിക്കാൻ അല്ലേ? അപ്പോൾ ഇനി ഒരു തവണയും കൂടി കാണും കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. ഇതിലിടയിൽ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ബ്രൗണീസിൻ്റെ അവിടെ മുറിക്കുന്നുണ്ടെങ്കിൽ അവിടെ മുറിക്കാം. എവിടുന്നാലും കുഴപ്പമില്ല അല്ലേ? എല്ലാവരും കൂടിയിട്ട് അവിടെ നമുക്ക് പങ്ക് ചെയ്ത് മുറിക്കാം. ഒത്തിരി പേര് പറഞ്ഞായിരുന്നു നമുക്ക് കേക്ക് മുറിക്കേണ്ട 5000 വീഡിയോ ആയിക്കഴിഞ്ഞാൽ, 5000 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ, അപ്പം ആയിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതാക്കാം. 5000 വീഡിയോയിലാണ്ട് കഴിഞ്ഞാൽ ഒരുപാട് പോകാനുണ്ട്. അപ്പം 5000 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ അവിടെ ഇതാവും. പിന്നെ വരുമാനമൊന്നും വന്നിട്ടില്ല. എല്ലാവരും 1000 സബ്സ്ക്രൈബർ 4000 വ്യൂസ് എല്ലാം പറയുമ്പോൾ എല്ലാവരും കൃഷിക്ക് വരുമാനം തുടങ്ങിയില്ലേ? അതൊന്നായിട്ടില്ല. അത് $100 ആവണ്ടേ, അതൊന്നും എനിക്ക് ആയിട്ടില്ല. അതായിക്കഴിഞ്ഞാൽ പിന്നെ ആരെയും ആശ്രയിക്കാൻ നമുക്ക് പോയിട്ട് എല്ലാ സ്ഥലത്തും പോയി ചിത്രീകരിക്കാൻ പറ്റും. ഇനി പുതിയ നല്ല വീഡിയോകളും നല്ല കാഴ്ചകളും ഞാൻ വരും. പിന്നെ നല്ല ശക്തിയായ കാറ്റും മഴയും വരാനുണ്ട്. അപ്പോൾ ഇന്ന് ആഗസ്റ്റ് 30 പിന്നെ അപ്പോൾ ഇന്ന് സന്ധ്യക്കുള്ളിലാണ് അങ്ങനെ വരാനുള്ളത്. അപ്പം ഇന്ന് നാളെക്കുള്ളിൽ എന്തായാലും എത്തിച്ചേരണമെന്ന് കേരളം മുഴുവൻ അത് പറയപ്പെടുന്നുണ്ട്. കാറ്റ് കൊണ്ടുപോകാൻ വേണ്ടി പറയും, മഴയൊന്നും വരാണ്ട്. പിന്നെ നല്ല ശക്തിയായ ഇടിയെല്ലാം വരാനുണ്ട്.
അപ്പോൾ അതും എല്ലാവരും പുറത്തിറങ്ങിയിട്ടെല്ലാം പോകുമ്പോൾ മലയോര പ്രദേശത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2020 ജൂലൈ 30 ഉരുൾപൊട്ടലുണ്ടായി. അപ്പോൾ അത് ജൂലൈ തന്നെ പിന്നെ ഞാൻ ജൂലൈ 16 എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ മുൻകൂട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ സംഭവം വരാൻ വേണ്ടി പോകുന്നു, ശ്രദ്ധിക്കണം. ആരും ശ്രദ്ധിച്ചില്ല, പിന്നെ എന്ത് ചെയ്യണം? അതായത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. വലിയൊരു ജലബോംബ് പോലുള്ളൊരു ഇത് വരാനുണ്ടെന്നല്ല ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ജലബോംബ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ജലബോംബ് തന്നെ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം വയനാട്ടിൽ ഒരു തവണയും ഞാൻ പോയിട്ടുള്ളൂ. ഇനിയിപ്പം ഒരു തവണ പോകണമെന്ന് വെച്ച് നിന്നിപ്പം മനസ്സൊന്നും ശരിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ നല്ല കാഴ്ചകളും നല്ല അറിവുകളുമായി നമുക്ക് വീണ്ടും വരാം. പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും നിങ്ങൾക്കും മനസ്സിലാക്കാം, നമുക്കും മനസ്സിലാക്കാം. നല്ല നമസ്കാരം.